ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്കറിയാം കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ മകൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിരുന്നു അഭിഭാഷകരെ കാണാനൊക്കെ. ഇന്ന് കോടതിയിൽ ഈ വാദം നടക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും കോടതിക്ക് പുറത്തേക്ക് പോകുന്നു. ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. നമ്മൾ വീണ്ടും പടമുകളിലെ സിദ്ദിഖിന്റെ വസതിയിലേക്ക്. അശ്വിൻ, അദ്ദേഹം അവിടേക്ക് തിരികെ എത്തുമോ? എന്താണ് വിവരങ്ങൾ? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? വിജയകുമാർ ഇവിടേക്കാണ് എത്താൻ സാധ്യത എന്നുള്ളതാണ് അറിയുന്നത്. വീട്ടിലിപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട്. ഈ വീട്ടിൽ മകന്റെ വീടാണ്. മകന്റെ വീട്ടിലാണ്. കേസ് അന്വേഷണവുമായി സമ്പൂർണ്ണമായി സഹകരിക്കുമോ? ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണമായി സഹകരിക്കും. ഉറപ്പായിട്ട് സഹകരിക്കും. ഉറപ്പായും കേസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് സിദ്ദിഖിന്റെ മകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മകന്റെ പ്രതികരണമാണ് അന്വേഷണവുമായി. അല്ലേ ഇനിയിപ്പോ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാനിവിടുന്ന് എങ്ങനെ പോകും? ഇല്ല, വേറെ ഒന്നുമല്ല. I don't have the freedom to give you more information. So please understand that this is a case that's still in the court. You believe in God? Absolutely. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഓൺഗോയിങ് കേസല്ലേ. അപ്പോൾ നമുക്കങ്ങനെ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാനുള്ള എനിക്കൊരു ഫ്രീഡം ഇല്ല. ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതിൻ്റെ കേസിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. കേസിന്റെ ഉള്ളറകളിലേക്ക് പോകണ്ട. അതായത് ഒരു കാര്യം മാത്രം. ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്ന തീരുമാനം ഒരു വലിയ ആശ്വാസം എന്നൊരു തീരുമാനമാണല്ലോ അല്ലേ? വലിയ ആശ്വാസമല്ല. അല്ല, എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ വക്കീലെ കേട്ട് ചോദിച്ചിട്ട് ഞാൻ കൃത്യമായി പറയാം. സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖാണ് പറഞ്ഞത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. കൂടുതൽ എന്തെങ്കിലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്. ഓൺഗോയിങ് കേസാണ്. കോടതിയിൽ അത് നിൽക്കുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ പാടില്ല. അഡ്വക്കേറ്റുമൊക്കെ സംസാരിച്ച് അതിൽ എന്തൊക്കെ പറയാൻ പറ്റും അത് പറയാം പിന്നീടെന്നാണ് ഷഹീൻ സിദ്ദിഖ് പറയുന്നത്. ഷഹീൻ ഇന്നലെ തൊട്ട് ഡൽഹിയിലുണ്ട്. അഭിഭാഷകരെ കാണുന്നുണ്ടായിരുന്നു. ബൽറാം ചേരുന്നുണ്ട്. ബൽറാം, കൂടുതൽ പ്രതികരണത്തിന് ഷഹീൻ സിദ്ദിഖ് തയ്യാറായില്ല. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണവുമായി സഹകരിക്കും. അത്തരം ചില കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും പ്രതികരിച്ചോ? വിജയകുമാർ, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഷഹീൻ സിദ്ദിഖ് കടന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വിശദമായ പ്രതികരണത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇത് കോടതിയിൽ നിന്നും ഇന്ന് ലഭിച്ചത് വലിയ ഒരു ആശ്വാസമായി കരുതുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതലായി ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലുള്ള പോലീസ് അന്വേഷിച്ചു വരുന്ന ഒരു കേസിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ട എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു നിയമോപദേശം എന്നുള്ളതും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക്, വിശദമായ പ്രതികരണങ്ങളിലേക്കോ ഇതിലേക്ക് കടക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെത്തിയ അദ്ദേഹം അഭിഭാഷകരുമായി ഒന്നിലേറെ തവണ ചർച്ചകൾ നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, കോടതിയെ ധരിപ്പിക്കേണ്ട വിശദാംശങ്ങൾ എല്ലാം തന്നെ കോടതിയെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വിശദമായ ഒരു പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? മാക്സിമം ഇനി അഭിഭാഷകരുമായിട്ട് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തായാലും ഇന്ന് തന്നെ മടങ്ങും. ഇന്ന് അഭിഭാഷകരുമായുള്ള ചർച്ച എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ വലിയ ഒരു ആശ്വാസമല്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. കേസിന്റെ ഗൗരവ സ്വഭാവം, അന്വേഷണം പുരോഗമിക്കുന്നു, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇന്ന് തന്നെ, ഒരു മുൻകൂർ ജാമ്യം ഇന്ന് തന്നെ കിട്ടും എന്ന് കരുതിയിരുന്നോ പ്രതിഭാഗം? ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു മുൻകൂർ ജാമ്യം തന്നെ കിട്ടും എന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണോ ഇത് അങ്ങനെ വലിയ ആശ്വാസമില്ല എന്ന് ഷഹീൻ സിദ്ദിഖ് പ്രതികരിച്ചപ്പോൾ? ആന്റിസിപ്പേറ്ററി ബെയിൽ
കിട്ടിയില്ല എന്നതായിരിക്കും അത്തരം ഒരു പ്രതികരണത്തിന് കാരണം. അല്ലാതെ ചുരുക്കത്തിൽ സുപ്രീം കോടതിയിലെ നടപടികളൊക്കെ ഏറെക്കുറെ ഇപ്പം സിദ്ദിഖിന് അനുകൂലമാണല്ലോ. അറസ്റ്റ് പാടില്ല എന്നതടക്കം അവർ ഉന്നയിച്ച കാര്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിലേ എന്തുകൊണ്ടുണ്ടായി എന്നതടക്കം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്നത് മാത്രമായിരിക്കും ഈ എന്താണ് ഒരു അത്ര വലിയ ആശ്വാസമില്ലെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് അല്ലേ? വിജയകുമാർ, ഇത് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ വലിയ ഒരു ആശ്വാസമല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ച ഉടൻ തന്നെ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നെങ്കിലും അതിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ പ്രതികരണങ്ങളിലേക്ക് ഇല്ല എന്ന് തന്നെയാണ്. തൽക്കാലത്തേക്ക് പ്രതികരിക്കുന്നില്ല, വിശദമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. ഇതിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതില്ല. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്, വിശദമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇതിൽ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും ഇത് വലിയൊരു ആശ്വാസമായി കാണുന്നില്ല എന്ന പ്രതികരണത്തിൽ നിന്നും അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വിജയകുമാർ. ഷഹീൻ സിദ്ദിഖിൻ്റെ മകൻ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. കേസ് നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ കാണാനൊക്കെ വലിയ ആശ്വാസമില്ല. ഉത്തരവിൽ അന്വേഷണവുമായി സഹകരിക്കും എന്നാണ് ഷഹീൻ വിശദീകരിച്ചത്. ഒരുപക്ഷെ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അദ്ദേഹം കരുതി എന്ന് തോന്നുന്നു ആ പ്രതികരണത്തിൽ നിന്ന്. പക്ഷേ മുൻകൂർ ജാമ്യം ഇല്ലെങ്കിൽ പോലും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അവർ ആഗ്രഹിച്ചത് അറസ്റ്റ് ഒഴിവാക്കുക എന്നാണ്. അത് ഈ ഘട്ടത്തിൽ നടന്നിട്ടുമുണ്ട്. അപ്പോൾ ആ പ്രതികരണമാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കണ്ടത്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകുന്നത്.